ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ ഉടമ്പടി അനുസരിച്ച് പാലസ്തീനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും കരാർ പ്രകാരമുള്ള പല വ്യവസ്ഥകളും നടപ്പിലായിട്ടില്ല. ഹമാസിനെ നിരായുധീകരിക്കുകയും പാലസ്തീൻ്റെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും എന്നതായിരുന്നു ഒരു പ്രധാന വ്യവസ്ഥ. ഇസ്രായേൽ പട്ടാളം പിന്മാറിയ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ച് നിരവധി പാലസ്തീനികളെ ഹമാസ് വധിച്ചു. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നും പെട്രോൾ, സിഗരറ്റ് തുടങ്ങി പല സാധനങ്ങൾക്കും ഹമാസ് പ്രത്യേക നികുതി പിരിച്ചെടുക്കുന്നു. ഇസ്രായേലിൻ്റെ പിന്മാറ്റം മൂലം പാലസ്തീൻകാർക്ക് കാര്യമായ ഒരു നേട്ടവും ഉണ്ടായില്ല. ഇസ്രായേൽ സൈനികരെ പേടിക്കാതെ പാലസ്തീനിൽ നിന്നും നികുതികൾ പിരിച്ചെടുക്കാൻ ഹമാസിന് അവസരം ലഭിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേക താൽപ്പര്യമെടുത്തതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. എന്നാൽ ഇതിൻ്റെ ഫലം പാലസ്തീനികൾക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൻ്റെ സൂത്രധാരകൻ എന്നു സംശയിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ നബിയുടെ വീട് സുരക്ഷാ സേന വെള്ളിയാഴ്ച ബോംബ് വെച്ച് തകർത്തു. വീട്ടിനുള്ളിലുള്ളവരെ പുറത്താക്കിയതിനു ശേഷം നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് വീട് തകർത്തത്. ഇതുപോലെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന തീവ്രവാദികൾക്കുള്ള സന്ദേശം എന്നാണ് ഇതിനെ സുരക്ഷാ സേന വിശേഷിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണ കേസിൽ ഉൾപ്പെട്ടവരുടെ വീടുകളും ഇതുപോലെ സുരക്ഷാ സേന തകർത്തിരുന്നു. പിടിയിലകപ്പെടുന്ന തീവ്രവാദികളുടെ വീടുകൾ ബോംബ് വെച്ച് തകർക്കുന്നതിനെ കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം സ്ഫോടനങ്ങൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആഴം വർദ്ധിപ്പിക്കുമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയവർ. ഇവർ മാപ്പർഹിക്കുന്നില്ല. നിയമാനുസൃതമുള്ള നടപടികൾ പൂർത്തിയാക്കി കോടതികൾ ഇവരെ ശിക്ഷിക്കണം എന്നാണ് ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. വെനിസ്വേലയിൽ യുദ്ധം പ്രഖ്യാപിക്കും എന്ന തോന്നൽ സൃഷ്ടിക്കുന്നതാണ് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ. വിമാനവാഹിനികളും പടക്കപ്പലുകളും ഇതിനകം തന്നെ കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധ സേനയുടെ തലവൻ, മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവരുമായി പ്രസിഡന്റ് ആശയവിനിമയം നടത്തി. തീവ്രവാദവും മയക്കുമരുന്ന് വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ട്രംപ് വെനിസ്വേലയുടെ കപ്പലുകളെ ആക്രമിക്കാൻ ഉത്തരവിട്ടത്. വെനിസ്വേലയുടെ പ്രസിഡന്റ് മഡുറോയെ അധികാരത്തിൽ നിന്നും നീക്കാനാണ് ട്രംപിൻ്റെ ശ്രമം. സൈനിക നീക്കത്തിലൂടെ വെനിസ്വേലയെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയും. എന്നാൽ യുദ്ധത്തിനു ശേഷം വെനിസ്വേല മറ്റൊരു അഫ്ഗാനിസ്ഥാനോ വിയറ്റ്നാമോ ആയി മാറും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയെ യുദ്ധങ്ങളിലേക്ക് തള്ളിവിടാനല്ല ട്രംപിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് എന്നാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന ഭയവും ട്രംപിനുണ്ട്. അടുത്ത കാലത്ത് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും
ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയും പങ്കെടുക്കുകയും പരസ്പരം ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം ജപ്പാൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയെ തുടർന്ന് ഇരു രാജ്യങ്ങളും അകലുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തായ്വാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് ചൈനയുടെ നിലപാട്. സൈനിക നടപടിയിലൂടെ തായ്വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കാൻ മടിക്കില്ല എന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ സൈനികമായി ജപ്പാന് ഇടപെടേണ്ടി വരും എന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി പാർലമെന്റിനെ അറിയിച്ചത്. ഈ പ്രസ്താവന വിവാദമായെങ്കിലും അത് പിൻവലിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. തൻ്റെ പ്രസ്താവനയെ സാങ്കല്പികം എന്നാണ് സനായി തകായിച്ചി വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം തേടിയത്. വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരം വലിയ ഒരു ജനകീയ സമരം ആയി മാറിയതിനെ തുടർന്നാണ് ഹസീനയ്ക്ക് അധികാരം ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇവരുടെ തിരോധാനത്തെ തുടർന്നാണ് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശ് ഗവൺമെന്റ് നിലവിൽ വന്നത്. ജനകീയ സമരം അടിച്ചമർത്താനായി നിരവധി പൗരന്മാർ ഹസീനയുടെ ഉത്തരവനുസരിച്ച് കൊല്ലപ്പെട്ടു എന്നാണ് പുതിയ ഗവൺമെന്റിന്റെ ആരോപണം. വിചാരണയ്ക്കായി ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണം എന്ന് പല പ്രാവശ്യം ഭാരത സർക്കാരിനോട് ആവശ്യപ്പെട്ടു എങ്കിലും വിജയിച്ചില്ല. ഇവരെ കേൾക്കാതെയാണ് വിചാരണ നടത്തിയതും വിധി പ്രഖ്യാപിച്ചതും. വധശിക്ഷ നൽകാനാണ് കോടതിയുടെ തീരുമാനം. താൻ നിരപരാധിയാണെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചത്. കുറ്റവാളികളുടെ കൈമാറ്റം അനുവദിക്കുന്ന ഉടമ്പടിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ തൂക്കിലേറ്റാനായി ഹസീനയെ ഭാരത സർക്കാർ വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നില്ല. ചൈന അമേരിക്ക ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ചൊവ്വാഴ്ച എയ്ഡ് ഡേറ്റ എന്ന ഗവേഷണ സ്ഥാപനം പുറത്തുവിട്ടത്. വിർജീനിയയിൽ സ്ഥിതി ചെയ്യുന്ന വില്യം ആൻഡ് മേരി എന്ന അമേരിക്കൻ സർവകലാശാലയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2000 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ചൈന വിദേശ രാജ്യങ്ങൾക്ക് നൽകിയ വായ്പകളെക്കുറിച്ചാണ് ഇവർ പഠനം നടത്തിയത്. ചൈനയുടെ വായ്പകളെ വലിയ കെണികളായിട്ടാണ് ട്രംപ് അടക്കമുള്ള അമേരിക്കൻ ഭരണാധികാരികൾ എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്. ചൈനയിൽ നിന്നും വായ്പ സ്വീകരിച്ച കമ്പനികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അമേരിക്കൻ സ്ഥാപനങ്ങളാണ് എന്നാണ് എയ്ഡ് ഡേറ്റയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളാണ് ചൈനയിൽ നിന്നും വായ്പകൾ സ്വീകരിക്കുന്നത് എന്ന പൊതുധാരണയ്ക്കെതിരാണ് ഈ റിപ്പോർട്ട്. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള വായ്പ ഗണ്യമായി കുറഞ്ഞതായും അമേരിക്കയ്ക്കും യൂറോപ്പിനും നൽകുന്ന വായ്പ വർദ്ധിച്ചതായും ഈ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒപ്പുവച്ച ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുമതി ലഭിച്ചു. ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റത്തിനു ശേഷം ഗാസയുടെ പുനർനിർമ്മാണ ചുമതല ട്രംപ് അധ്യക്ഷനായി രൂപീകരിക്കുന്ന ബോർഡ് ഓഫ് പീസിന് നൽകണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഈ നിർദ്ദേശമാണ് ഒരു പ്രമേയമായി സുരക്ഷാ സമിതിയിൽ അവതരിപ്പിച്ചത്. ട്രംപ് അധ്യക്ഷനും ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി അംഗവുമായി രൂപീകരിക്കുന്ന ബോർഡിനെ അംഗീകരിക്കില്ല എന്ന് നേരത്തെ ചൈനയും റഷ്യയും വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്ന യോഗത്തിൽ
2 രാജ്യങ്ങളും പങ്കെടുത്തില്ല. സുരക്ഷാ കൗൺസിലിലെ ബാക്കി 13 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. വീറ്റോ പ്രയോഗിക്കാൻ അധികാരമുള്ള റഷ്യയും ചൈനയും വിട്ടുനിന്നതുകൊണ്ടാണ് ഈ പ്രമേയം പാസ്സായത്. ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതികൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ്. സൗദിയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സാൽമൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചു. മുഹമ്മദ് ബിൻ സാൽമന്റെ ഉത്തരവനുസരിച്ചാണ് പത്രപ്രവർത്തകനായ ജമാൽ ഖഷോഗി വധിക്കപ്പെട്ടതെന്ന് നേരത്തെ അമേരിക്ക കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പേരിൽ പ്രസിഡന്റ് ജോ ബൈഡൻ സാൽമനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ കൊലപാതകത്തെക്കുറിച്ച് സാൽമൻ അറിയില്ലായിരുന്നു എന്നാണ് ട്രംപ് പത്രപ്രവർത്തകരോട് പറഞ്ഞത്. തുർക്കിയിലെ എംബസിയിലേക്ക് ഈ പത്രപ്രവർത്തകനെ ക്ഷണിച്ചു വരുത്തുകയും അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് ലോകത്തെ അറിയിച്ചത് ബൈഡൻ നിയോഗിച്ച അന്വേഷണ സംഘമാണ്. ഈ വധത്തിനു ശേഷം ആദ്യമായിട്ടാണ് സൗദി രാജകുമാരൻ അമേരിക്ക സന്ദർശിക്കുന്നത്. അമേരിക്കയിൽ സൗദിയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാമെന്ന് സാൽമൻ സമ്മതിച്ചു. അമേരിക്കയുടെ വില കൂടിയ വിമാനങ്ങൾ സൗദിക്ക് വിൽക്കാനും കരാറായി. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ സൗദിയെ പിണക്കേണ്ട എന്നാണ് ട്രംപിന്റെ ചിന്ത. പ്രധാനപ്പെട്ട 19 ലോകരാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും അടങ്ങുന്ന സംഘടനയാണ് G20. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. G20 ഉച്ചകോടി ഈ ആഴ്ചയിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹൻസ്ബർഗിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം നിരവധി നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ദക്ഷിണാഫ്രിക്കയിൽ ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ അവകാശങ്ങൾ സിറിൽ റാമപോസയുടെ ഗവൺമെന്റ് നിഷേധിക്കുന്നു എന്നാരോപിച്ചാണ് ട്രംപ് ഈ സമ്മേളനം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. വെള്ളക്കാരോട് ഒരു വിവേചനവും കാട്ടുന്നില്ല എന്നും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഉച്ചകോടിയുടെ തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം. ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തി. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം 3ാം തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. തങ്ങളുടെ സൈനികർക്കു നേരെ ആക്രമണമുണ്ടായി എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ഹമാസിന്റെ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്നും സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നുമുള്ള വിശദീകരണം ഹമാസും പാലസ്തീനും അംഗീകരിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 30 പാലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പാലസ്തീൻ അതോറിറ്റി അറിയിച്ചത്. നേരത്തെ 2 അവസരങ്ങളിലും വെടിനിർത്തൽ ലംഘിച്ചു എങ്കിലും അധികം താമസിയാതെ പൂർവസ്ഥിതി പുനഃസ്ഥാപിച്ചിരുന്നു. 3 ദിവസമായി ഇസ്രായേൽ ബോംബിംഗ് തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗുരുതരമായ കരാർ ലംഘനം എന്നാണ് ഇസ്രായേലിന്റെ സൈനിക നടപടിയെ ഹമാസ് വിശേഷിപ്പിച്ചത്. ഗാസ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ അനുമതി ലഭിച്ച ദിവസം തന്നെയാണ് ഇസ്രായേലിന്റെ സൈനികർ ആക്രമണം തുടങ്ങിയത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.